ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കാം. എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ദൈവ ഇഷ്ടം, അതാണ് നമ്മുടെ ചിന്താ വിഷയം. ദൈവത്തിൻ്റെ ഇഷ്ടം മുതൽ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നാം പഠിച്ചു, ചിന്തിച്ചു. ദൈവ ഇഷ്ടം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. സ്തോത്രം. രോഗത്തിൻ്റെ വേദനയിൽ പിടയുമ്പോൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? പണത്തിൻ്റെ കടഭാരത്തിൽ ഉലയുമ്പോൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? പരീക്ഷ തോൽക്കുമ്പോൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതിന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട ഭർത്താവ് കടന്നുപോയപ്പോൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? വചനം പറയുന്നു എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ഇതെങ്ങനെ സാധിക്കുന്നത്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു സത്യമാണിത്. എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷം ഉള്ളത്തിലെപ്പോഴും ഉണ്ടാകണമെങ്കിൽ ഭൗതികമായ കാര്യങ്ങളുള്ളതായ ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും നിങ്ങൾ തൽക്കാലം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കണം. വിശ്വാസ നായകനെ പൂർത്തി വരുന്നതിനായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ ചെല്ലുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ക്രൂശിതനെ നോക്കുക, ക്രൂശിലേക്ക് നോക്കുക. അവിടെ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ പരാതി വരികയില്ല, പരിഭവം വരികയില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞവനായിട്ട് പറയുകയല്ല. പ്രാരബ്ധങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, മനസ്സ് വേദനിക്കുന്നതായ കാര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ക്രൂശിലേക്ക് നോക്കും. ക്രൂശിൽ പിടഞ്ഞ് യാതനയേറ്റ് ചോര ചിന്തി കിടക്കുന്ന എൻ്റെ നാഥനിലേക്ക് നോക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ മുഖം പ്രകാശിതമാകും. ആകുലങ്ങൾ മാറും, ഭാരങ്ങൾ മാറും, വേദനകൾ മാറും. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ, യേശുക്രിസ്തുവിലേക്ക് നോക്കുക. ക്രൂശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി തീരുക. ചിന്തിക്കണം, എൻ്റെ കർത്താവേ, നീ സഹിച്ച വേദന ഓർക്കുമ്പോൾ എൻ്റെ ഈ വേദന ഒന്നുമില്ല. നീ സഹിച്ച യാതന ഓർക്കുമ്പോൾ എൻ്റെ ഈ യാതന ഒന്നുമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജ മാറും, നിന്ന് മാറും, ക്ഷീണം മാറും, തളർച്ച മാറും. ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവിടെ അടിയേറ്റ് തളർന്നവനായി, തുപ്പേറ്റ് വാടിയവനായി, മുഖത്ത് രോമങ്ങൾ പിഴുതെടുത്തത് കൊണ്ട് രോമകൂപങ്ങൾ രക്തം തുളിച്ച് നിൽക്കുന്നവനായി, ക്രൂശിൽ വേദനിച്ച് പിടയുന്ന യേശുവിലേക്ക് നോക്കുമ്പോൾ, കർത്താവേ, എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല, ഇതെല്ലാം നീ എനിക്ക് വേണ്ടിയാണല്ലോ സഹിച്ചത് എന്ന് ഞാൻ അറിയുമ്പോൾ, എനിക്ക് വേണ്ടിയാണല്ലോ നീ പീഡയേറ്റതെന്ന് ഞാൻ അറിയുമ്പോൾ, അപ്പോൾ എൻ്റെ വേദനകൾ മാറും. വിശ്വാസ നായകനും പൂർത്തി വരുന്നതായി യേശുവിനെ നോക്കുക.
തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ ധ്യാനിച്ചു കൊള്ളുവീൻ. വചനമല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. സ്തോത്രം. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനായ ക്രിസ്തുവിനെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വേദനകൾക്ക് ശമനം കിട്ടും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പൊതി കിട്ടും. നിങ്ങളത് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉലയുമ്പോൾ, കടഭാരത്തിൽപ്പെട്ട് വീർപ്പുമുട്ടുമ്പോൾ, നിങ്ങൾ രോഗത്തിൻ്റെ വേദനയിൽ അലയുമ്പോൾ, കുടുംബത്തിലെ ക്ലേശങ്ങളിൽ വിഷമിക്കുമ്പോൾ, കുടുംബത്തിലെ കലഹത്തെ ഓർത്ത് നിങ്ങളുടെ മനസ്സ് വാടുമ്പോൾ, അപ്പോഴൊക്കെ നിങ്ങൾ ക്രൂസിലേക്ക് നോക്കുക. ക്രൂസിലേക്ക് നോക്കുക. പരിഭവിക്കാതെ, പരാതി പറയാതെ, എനിക്കെന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കാതെ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്ന് ചിന്തിക്കാതെ നോക്കൂ നിങ്ങൾ കുരിശിലേക്ക്. സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന നിർദ്ദേശമാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നവരാകണമെന്നാണ്. എപ്പോഴും സന്തോഷിക്കുന്നവരാകണം. എപ്പോഴും. സ്തോത്രം. നിങ്ങളുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കട്ടെ. മ്ലാനവദനം പാടില്ല. മുഖം വാടിയിരിക്കരുത്. മുഖം മ്ലാനമായിട്ടിരിക്കരുത്. നിങ്ങൾ പറയും, സാറേ മുഖം മ്ലാനമാകാതിരിക്കുന്നത് എങ്ങനെ? എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഓരോന്ന് ഓർക്കുമ്പോൾ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? പ്രശ്നങ്ങളുള്ള ജീവിതം, പ്രയാസങ്ങളുള്ള ജീവിതം, പ്രതിസന്ധികളുള്ള ജീവിതം, ഒറ്റപ്പെടുത്തലുള്ള ജീവിതം, ഏത് സാഹചര്യത്തിലും നിങ്ങൾ പ്രസന്നവദനരായിട്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സന്തോഷിക്കാനാണ് പറയുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ പറയും. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം മുതൽ. അത്തിവർഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹബക്കൂക്ക് പ്രവാചകൻ ദുഃഖം നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. തൊടുന്നതെല്ലാം കേടായി പോകുന്നു. ഒരിടത്തും ഒരു വിജയം കിട്ടുന്നില്ല. ഒരിടത്തും നേടാൻ പറ്റുന്നില്ല. സമാധാനമില്ല. കുറേ അത്തി കൃഷി ചെയ്ത് അത്തിപ്പഴം വിറ്റ് ജീവിക്കാമെന്ന് വിചാരിച്ചു നോക്കി. പക്ഷേ അത്തിവൃക്ഷം തളിർക്കുന്നേയില്ല. അടുത്ത തോട്ടങ്ങളിലെല്ലാം നല്ലപോലെ തളിർക്കുന്നു, അത്തിപ്പഴം ധാരാളം കായ്ച്ചു കിടക്കുന്നു. എൻ്റെ ഈ തോട്ടത്തിൽ മാത്രം എന്തുകൊണ്ടാണ് പറഞ്ഞുകൂടാ, അത്തിവൃക്ഷം തളിർക്കുന്നേയില്ല. പിന്നെ അടുത്ത് എന്താണ് നോക്കിയത്? മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. മുന്തിരി കൃഷി ചെയ്ത് നോക്കി. മുന്തിരി, കാരണം ധാരാളം മുന്തിരിങ്ങ വിളയുന്ന നല്ല തോപ്പുകൾ ധാരാളമുണ്ട്. മുന്തിരി തോപ്പുകൾ. മുന്തിരി കൃഷി ചെയ്യാം. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. പിന്നെ എന്താണ്? ഒലിവ് മരം കൃഷി ചെയ്യാം. ഒലിവെണ്ണ വിറ്റ് ജീവിക്കാം. ഒലിവെണ്ണ എങ്ങനെയും ജീവിക്കണമല്ലോ. പക്ഷേ ഒലിവമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോവും. പ്രയത്നിക്കാം, കഷ്ടപ്പെട്ടുണ്ടാക്കാം, ജോലി ചെയ്യാം. ഒലിവമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോവും. നിലങ്ങൾ ആഹാരം വിളയിക്കുക. കുറച്ച് ഗോതമ്പ് വിതയ്ക്കാം. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. നല്ലപോലെ വളരും. പക്ഷേ കതിരാകുമ്പോൾ എല്ലാം മണിയില്ലാത്ത കതിരുകൾ. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. കുറേ ആടുകളെ വളർത്താം. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഒരു രക്ഷയില്ല. ആട്ടിൻകൂട്ടം പെട്ടെന്ന് കൂട്ടത്തോടെ നശിച്ചു പോകുന്നു. ഒരു കാര്യം ചെയ്യാം, പശുക്കൾ വളർത്താം. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. സ്തോത്രം. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ള അടിക്കടിയുള്ള ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ പ്രസംഗിച്ചാൽ പോരല്ലോ.
പ്രസംഗിച്ചാൽ പോരല്ലോ. ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം വരുമ്പോൾ നാം എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? ദൈവത്തിന് സ്തോത്രം. തൊടുന്നത് അപകടം. ഒന്നു മാറി അധ്വാനിച്ച് നോക്കി, കഷ്ടപ്പെട്ട് നോക്കി, ഫലമില്ല. എല്ലാ വഴിയും അടയുന്നു, എല്ലാ വാതിലും അടയുന്നു. ഒരു കൈത്താങ്ങ് തരാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് തരാനും ആരുമില്ല, എന്നോട് സഹതപിക്കാനും ആരുമില്ല. ഞാൻ എന്ത് വേണ്ടു? അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് ചില പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ച് ധൈര്യപ്പെട്ടിട്ടുണ്ട്. ചില പ്രയാസങ്ങൾ വന്നപ്പോൾ, മനസ്സിന് ഉലയ്ക്കുന്നതായ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഈ വേദവാക്യം വായിച്ച് ഞാൻ സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. കാരണം എനിക്ക് ബലമായിട്ട് യേശു ഉണ്ട്. എൻ്റെ യഹോവ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടവൻ കാൽ പോലെയാക്കുന്നു. മാൻ ഓടുന്നത് പോലെ ഞാൻ ഓടും, ഞാൻ തളർന്നിരിക്കുകയില്ല. മാൻ ഓടുന്നത് പോലെ കൊതിച്ചാടി ഞാൻ ഓടും, ഞാൻ തളർന്നിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും എല്ലാം മനസ്സ് തളർന്നിരിക്കുന്നുണ്ടോ? തളരാതെ നിങ്ങൾക്ക് ഓടാനുള്ള കൃപ കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മനസ്സിൻ്റെ വാട്ടം കർത്താവ് മാറ്റി തരും. വിശ്വസിക്കൂ, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത്? അതൊരു അനുഭവമല്ലേ? പ്രവാചകൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടത് കാണേണ്ടത് ദൃഷ്ടി വയ്ക്കും. പ്രവാചകൻ കാത്തു കിടക്കുകയാണ്. കർത്താവേ, എൻ്റെ ആവലാതി ഇതെന്നാ തീരുന്നത്? എന്നാണ് ഇതിൻ്റെ അവസാനം? പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയാണ്, എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു? 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. പ്രവാചകൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് ചോദിക്കുകയാണ്, കർത്താവേ, എന്നാണ് ഈ പ്രശ്നം തീരുന്നത്? ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അവസാനിക്കാൻ പോകുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. താമസിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. മകനെ, നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം, നാളുകളായി നിന്റെ മനസ്സിൽ അലട്ടുന്നതായ വിഷയങ്ങൾ, നീ മനസ്സിൽ വേദന പേറുന്നതായ ഭാരവിഷയങ്ങൾ, മകളെ, ഇതിൻ്റെ ജീവിതത്തിൽ നീ ഉലഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഓരോന്ന് പെറുക്കിയെടുത്തുകൊണ്ട് നീ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. കർത്താവേ, ഇതിനെന്താണ് പരിഹാരം? ഞാൻ എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത്? എനിക്ക് അറിഞ്ഞുകൂടല്ലോ കർത്താവേ, ഞാൻ എങ്ങനെ ഇതിന് പരിഹാരം കാണേണ്ടു? എനിക്ക് മുന്നോട്ട് പോകാൻ വഴി കാണിച്ചു തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ കാണാം ഒരു ദൈവസ്നേഹം നിങ്ങൾ പൊതിയുന്നത്. നിങ്ങൾ ഒരിക്കലും ഊഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ, ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് സമാധാനം തരുന്നത് നിങ്ങൾ അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരിക്കുന്നിടത്തേക്ക് നിങ്ങളെ കാണാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങളാരെല്ലാമാണ് വിഷാദ മനസ്സ് വാടിത്തളർന്നിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സമീപത്തുകൂടെ ക്രിസ്തു നടന്ന് നീങ്ങുകയാണ്. നിങ്ങളൊന്ന് വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. വെറുതെ എങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ അരികത്തുകൂടെ യേശു നടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു നോക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ നൊമ്പരങ്ങൾ അറിയുന്നുണ്ട്. അവൻ നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ കാണുന്നുണ്ട്. അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവൻ സർവലോക നിയന്താവാണ്, സർവജഗന്നിയന്താവാണ്, സർവലോക സൃഷ്ടാവാണ്. അവൻ ആകാശഗോളങ്ങളെ മെനഞ്ഞവനാണ്, അണ്ടകടാഹത്തെ സൃഷ്ടിച്ചവനാണ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹരാശികളെയും എല്ലാം മെനഞ്ഞവനാണ്.
ഈ നിത്യനായ ദൈവം മകനെ നിൻ്റെ അരികത്തേക്ക് വരികയാണ്. എന്തിന്? നിൻ്റെ ഹൃദയഭാരം മാറ്റാൻ. മകളെ നിൻ്റെ അരികത്തേക്ക് വരികയാണ്. എന്തിന്? നിൻ്റെ നൊമ്പരങ്ങൾ മാറ്റാൻ, നിൻ്റെ മനസ്സിൻ്റെ ആകുലങ്ങൾ മാറ്റാൻ യൗവനക്കാരാവുന്ന അരികിലേക്ക് വരികയാണ്. നിൻ്റെ അനാഥത്വം മാറ്റാൻ, അപ്പനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് നിൻ്റെ ഹൃദയത്തിന് സമാധാനം തരാൻ, ഭാര്യയുടെ സ്വഭാവം മാറ്റി നിന്നോട് അനുകൂലമായൊരു സ്വഭാവം വരുവാൻ, അതിന് തക്കവണ്ണം അവളിൽ പ്രവർത്തിക്കുവാൻ ക്രിസ്തു നിൻ്റെ അരികിലേക്ക് വരികയാണ്. നീ ക്രിസ്തുവിലേക്ക് നോക്കുക. നിൻ്റെ ഭാര്യയിലേക്ക് നോക്കണ്ട, പ്രശ്നത്തിലേക്ക് നോക്കണ്ട, ഭർത്താവിലേക്ക് നോക്കണ്ട, മക്കളിലേക്ക് നോക്കണ്ട, നിൻ്റെ കടഭാരത്തിലേക്ക് നോക്കണ്ട, യാതനകളിലേക്ക് നോക്കണ്ട. നോക്കൂ ഗോകുൽത്തായിലെ കുരിശിലേക്ക് നോക്കൂ, കുരിശിന്മേൽ തൂങ്ങിക്കിടക്കുന്നവനിലേക്ക് നോക്കൂ, കുരിശിൽ 3 ആണ്ടുകൾ പിടയുന്നവനിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ നിങ്ങൾ കുരിശിലേക്ക്. അപ്പോൾ കാണാം അവനിതാ ക്രൂശിന്മേൽ കിടന്ന് പിടയുന്നു. ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് അവനൊന്നേ പറയുന്നുള്ളൂ, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എന്തെല്ലാം തെറ്റുകൾ വന്നെങ്കിലും എല്ലാം ക്ഷമിക്കാനും തയ്യാറാണ്. എന്തെല്ലാം പാപങ്ങൾ വന്നെങ്കിലും എല്ലാം പൊറുക്കാനും തയ്യാറാണ്. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് പാപമാണ്, അറിയാതെയാണ് ഇവർ ചെയ്യുന്നത്. അപകടമാണെന്ന് അറിയാതെയാണ് ഇവർ ചെയ്യുന്നത്. അനർത്ഥമാണെന്ന് അറിയാതെയാണ് ചെയ്യുന്നത്. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ക്രൂശിന്മേൽ കിടന്ന് പിടയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ക്രൂശനിലേക്ക് നോക്കുക, ക്രൂശിലേക്കും ക്രൂശിതനിലേക്കും നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടരുത്, നിങ്ങൾ മുഖം വാടരുത്, നിങ്ങൾ താഴ്ന്നിരിക്കരുത്. എപ്പോഴും സന്തോഷിപ്പീൻ. സ്തോത്രം. ഒരിക്കൽ നിങ്ങളുടെ മുഖം വാടാതെ സന്തോഷത്തോടിരിപ്പീൻ. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ട്? യേശു ജീവിക്കുന്നു. എന്തുകൊണ്ട്? യേശു നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷിക്കുന്നത്. യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു എന്നെ അറിയുന്നു, യേശു എന്നോട് പ്രിയമാണ്. ഞാൻ പാപം ചെയ്തപ്പോഴും യേശു കരഞ്ഞുകൊണ്ട് പിറകെ വരികയാണ്. ഞാൻ പാപത്തിൽ ജീവിച്ചപ്പോഴും യേശു എൻ്റെ പിറകെ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. യേശു എൻ്റെ പിറകെ വന്നിരിക്കുകയാണ്. ഇന്ന് യേശു ഇതാ എൻ്റെ സമീപത്ത് വന്നിരിക്കുന്നു. ഇന്ന് യേശു ഇതാ തൊട്ടരികത്ത് വന്ന് നിൽക്കുന്നു. അവൻ എന്നെ താങ്ങുവാൻ തർക്കം നീട്ടുന്നു. അവൻ്റെ തൃക്കരം കൊണ്ട് എൻ്റെ മുഖം തലോടുവാൻ, ആ മുഖത്തെ കണ്ണീര് തുടയ്ക്കുവാൻ അവൻ തൃക്കരം നീട്ടുകയാണ്. കണ്ണീര് തുടയ്ക്കുവാൻ അവൻ വന്നിരിക്കുന്നു. മകനെ, ആത്മഹത്യയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. മരിച്ചാൽ മതി എന്ന് നീ ഓർക്കണ്ട. മകളെ, ആത്മഹത്യയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. എനിക്ക് ജീവിക്കേണ്ട എന്ന് നീ പറയണ്ട. നിനക്കിനി ജീവിക്കാൻ അവകാശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, നീ പുറകോട്ട് മാറരുത്. നിനക്ക് നല്ല കാലം വരാൻ പോകുന്നുണ്ട്. നല്ല കാലം, ശോഭനമായ കാലം വരാൻ പോകുന്നുണ്ട്. ഒരു ശുഭഭാവി വരാൻ പോകുന്നുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ഇതാ നിങ്ങളുടെ സമീപത്ത് ചേർന്ന് നിൽക്കുന്നു, നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു. അവൻ നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്നു. അവൻ്റെ ആ തിരക്തം പുരണ്ട കരം കൊണ്ട് നിങ്ങൾ കണ്ണീര് തുടയ്ക്കാൻ ആ കരം നീട്ടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണീര് തുടയ്ക്കാൻ അവൻ തൻ്റെ തൃക്കരം നീട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ഉടയവരെ, എൻ്റെ കണ്ണീര് തുടയ്ക്കാൻ വന്ന രക്ഷക, ഇന്ന് നീ എൻ്റെ അരികത്തേക്ക് വന്ന് എൻ്റെ മാനസികമായ അസുഖങ്ങൾ മാറ്റണമേ, എൻ്റെ ഭാരങ്ങൾ അകറ്റണമേ, എൻ്റെ ഹൃദയത്തിലെ വിഷാദങ്ങൾ മാറ്റണമേ, എൻ്റെ നിരാശകൾ മാറ്റണമേ, എനിക്ക് ആരുമില്ലെന്നുള്ള തോന്നൽ മാറ്റണമേ. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തിലുള്ളതായ ദുഃഖങ്ങളെല്ലാം മാറ്റി എന്നെ നീ ഒന്ന് സ്വീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷക, ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അപ്പോൾ നിൻ്റെ മക്കളുടെ വിഷാദമുള്ള മുഖത്തോട് തക്ക തൃക്കരം വെച്ച് തുടച്ചതിനായി സ്തോത്രം. കണ്ണീര് തുടയ്ക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. എല്ലാവരെയും ആശ്വസിപ്പിച്ച് എഴുന്നേൽപ്പിക്കണമേ, സമാധാനം നൽകി എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ 2ാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നുയരാനുള്ളതായ ക്രമം നൽകി എല്ലാവരെയും എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.